കേരളത്തിലെ തെരഞ്ഞെടുപ്പിനായി KPCC ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുപ്രകാരം എല്ലാ ജില്ലകളുടെയും ചുമതല ഓരോ ഭാരവാഹികൾക്കായി വീതിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്തവണ ആവശ്യത്തിലധികം ഭാരവാഹികൾ ഉള്ളതുകൊണ്ട് ജനറൽ സെക്രട്ടറിമാർക്ക് ഒരു പണിയുമില്ല. 14 ജില്ലകളുടെയും ചുമതല നൽകിയിരിക്കുന്നത് വൈസ് പ്രസിഡന്റുമാർക്കും ട്രഷററിനും കൂടിയാണ്. ജനറൽ സെക്രട്ടറിമാർ പണി നോക്കിയിരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. എന്തായാലും ഒരു പണി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവരും. എന്നാൽ ഇതിൽ ജില്ലയ്ക്ക് മുകളിൽ ഒരു ചുമതല കൂടി നൽകിയിട്ടുണ്ട് KPCC. അത് 3 വർക്കിംഗ് പ്രസിഡന്റുമാർക്കാണ്. കേരളത്തെ 3 മേഖലകളാക്കി തിരിച്ച് തെക്കിൻ്റെ ചുമതല PC വിഷ്ണുനാഥിനും മധ്യമേഖലയുടെ ചുമതല AP അനിൽകുമാറിനും വടക്കൻ മേഖലയുടെ ചുമതല ഷാഫി പറമ്പിലിനുമാണ് നൽകിയിരിക്കുന്നത്. ഇതെന്തായാലും കിടിലൻ തീരുമാനമാണ്. കാരണം ഇവർ തമ്മിലൊരു മത്സരം രൂപപ്പെടുകയും തൻ്റെ മേഖലകളിൽ സീറ്റ് കൂട്ടും എന്നുള്ള രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ തീവാറുന്നതാക്കാൻ തന്നെയാണ് വർക്കിംഗ് പ്രസിഡന്റുമാരുടെ തീരുമാനം എന്നാണ് അറിയുന്നത്. അതുപ്രകാരം PC വിഷ്ണുനാഥ് MLAക്കാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നീ 5 ജില്ലകളുടെ ചുമതല നൽകിയിരിക്കുന്നത്. ഇടുക്കി, എറണാകുളം, പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ ജില്ലകളുടെ ചുമതല AP അനിൽകുമാർ MLAക്കാണ്. അതുപോലെ ഉത്തരമേഖലയുടെ ചുമതലയുള്ള ഷാഫി പറമ്പിൽ MPക്ക് നൽകിയിട്ടുള്ളത് കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളുടെ ചുമതലയാണ്. ഇതിൽ 3 വർക്കിംഗ് പ്രസിഡന്റുമാർക്കും ഒന്നിനൊന്ന് ടാസ്ക് തന്നെയാണ് ഉള്ളത്. LDFന് ഏറ്റവും അധികം സീറ്റുള്ളതും അതുപോലെ ഏറ്റവും അധികം ഭരണവിരുദ്ധ വികാരമുള്ളതും തെക്കൻ മേഖലയിലാണ്. അതിനെ തങ്ങളുടേതാക്കാൻ വിഷ്ണുനാഥിന് കഴിയണം. അതുപോലെ പ്രതീക്ഷ മുഴുവൻ ആ മേഖലയിൽ കോൺഗ്രസ് മാത്രമാണ് എന്നുള്ളതാണ്. എന്നാൽ മധ്യമേഖല മുസ്ലിം ലീഗിന്, കേരള കോൺഗ്രസിനും ഒപ്പം കോൺഗ്രസിനും ഒരേ തരത്തിലുള്ള സ്വാധീനമുള്ള മേഖലയാണ്. അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. എന്നാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് മുഴുവനും മലബാറിലെ സുൽത്താനാകുമോ ഷാഫി പറമ്പിൽ എന്നുള്ളതാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 32 നിയമസഭാ സീറ്റുകളാണ് ഷാഫിയുടെ കീഴിൽ വരുന്നത്. അതിൽ ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ 32-ൽ 24 LDFനാണ്. അതിൽ തന്നെ കോഴിക്കോട്ടും കാസർഗോട്ടും കോൺഗ്രസിന് ഒരു സീറ്റ് പോലുമില്ല. കണ്ണൂരിലും വയനാട്ടിലും 2 വീതം സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത്. മുസ്ലിം ലീഗിനാണെങ്കിൽ കാസർഗോട്ട് 2 സീറ്റുകളും കോഴിക്കോട്ട് മുനീറിൻ്റെ ഒരു സീറ്റും ഉണ്ട്. പിന്നെ വടകരയിൽ KK രമയും കൂടിയാകുമ്പോൾ 8 സീറ്റിൽ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. എന്നാൽ ഷാഫി ഇറങ്ങിയ മണ്ണിൽ അത് പോരാ. CPMൻ്റെ പുലിമടയിൽ പോയി ടീച്ചറമ്മയെ അടിച്ചോടിച്ച ഷാഫിക്ക് ഏത് ഇടതുകോട്ടയും വേണമെങ്കിൽ തകർത്തെറിയാൻ കഴിയുമെന്നുള്ളത് CPMന് തന്നെ അറിയാം. അതാണ് അവരുടെ ഭയവും. അതായത് ഇന്നലെയാണ് ചുമതല നൽകിയതെങ്കിലും ഷാഫിക്ക് അനൗദ്യോഗികമായി ഇത് പണ്ടേ തീരുമാനിച്ചതാണ്. അന്ന് തന്നെ ഷാഫിയും കോൺഗ്രസ് നേതൃത്വവും ഒരു കണക്കെടുത്തതാണ്. അതായത് കോഴിക്കോട് ഇന്ന് ഒരു സീറ്റ് പോലും കോൺഗ്രസിനില്ല. അതിൽ ഷാഫിയുടെ വടകര മണ്ഡലത്തിൽ പെടുന്ന 5 സീറ്റുകളുണ്ട്. അതിൽ വടകര KK രമ ജയിച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര എന്നീ 4 സീറ്റുകളാണ്. അതിപ്പോൾ LDFൻ്റെ കൈകളിലാണ് ഉള്ളത്. ഇതൊരു പാക്കേജായി മാറ്റി അതിനെ UDFന് പിടിക്കാൻ കഴിയുന്ന പാകത്തിലാക്കി മാറ്റാനാണ് ആദ്യം തന്നെ ഷാഫിയുടെ നീക്കം. ഒരുപക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രനെയെല്ലാം മുന്നിൽ നിർത്തി DCC അധ്യക്ഷനായ K പ്രവീൺകുമാർ, അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് KM അഭിജിത്ത്, മുസ്ലിം ലീഗിൻ്റെ പാറക്കൽ അബ്ദുള്ള തുടങ്ങിയവരെ കളത്തിലിറക്കി ആ 4 സീറ്റുകളും പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതായും ഷാഫിയുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞാൽ തിരുവമ്പാടിയും കോഴിക്കോട് വെസ്റ്റും അതുപോലെ PTA റഹീം മാറിയാൽ കുന്നമംഗലവുമാണ് കോൺഗ്രസും UDFും പ്രതീക്ഷ വെക്കുന്നത്. അതിൽ തിരുവമ്പാടി ലീഗിൻ്റെ സീറ്റാണ്. അവരിൽ നിന്നും എടുത്ത് വെച്ചു മാറി അവിടെ VS ജോയിയെ ഇറക്കി ജയിക്കാമെന്നുള്ളതും UDF ഉറപ്പിച്ച ഒരു കാര്യമെന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ PV അൻവർ ഒക്കെ വന്നാൽ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിപ്പിച്ച് പോരാട്ടം തീവാറിക്കാനും ഷാഫിക്ക് ഒരു ഐഡിയയുണ്ട്. പിന്നെ കൊടുവള്ളിയും രമയുടെ വടകരയും അത് നിലനിർത്തുകയും ചെയ്യുമെന്നുള്ളത് UDFൻ്റെ ഒരു കണക്കുകൂട്ടലുമാണ്. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ ആകെയുള്ള 13-ൽ 10 സീറ്റെങ്കിലും നേടുക എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ എടുത്തിരിക്കുന്ന ശപഥം.
അതിനായുള്ള പ്രവർത്തനം അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു മുഴുവനായും. ഇനി അതുപോലെ വയനാട്ടിൽ ആകെയുള്ള 3-2 സീറ്റുകൾ ഇപ്പോൾ കയ്യിലുണ്ട്. അത് കോൺഗ്രസിനൊപ്പമാണ്. കൽപ്പറ്റയും ബത്തേരിയും അത് നിലനിർത്തുമെന്ന് ഷാഫിയും ഒപ്പം അവിടെ MLA ആയ സിദ്ദിഖും ഉറപ്പിച്ചു പറയുന്നു. ഇനി മാനന്തവാടി അത് വിചാരിച്ചാൽ എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. പണ്ട് മുതൽക്ക് തന്നെ കോൺഗ്രസിൻ്റെ കോട്ടയായി അറിയപ്പെടുന്ന വടക്കേ വയനാട് മണ്ഡലമാണ് ഇന്ന് മാനന്തവാടി എന്നറിയപ്പെടുന്നത്. ഷാഫി കൂടി അവിടെ എത്തുന്നതോടെ പഴയപടിയാകുമെന്നത് പലരും ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇനി കണ്ണൂരിലേക്ക് പോയാൽ കയ്യിലുള്ള പേരാവൂരും ഇരിക്കൂറും ഏത് കാറ്റിലും ഉലയാത്ത നിൽക്കുന്ന കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളാണ്. അതിനൊപ്പം തന്നെ കണ്ണൂർ സീറ്റും അതിനോട് ചേർന്നിട്ടുള്ള അഴീക്കോട് മണ്ഡലവും പിടിച്ചെടുക്കാം എന്നുള്ളതാണ് ഷാഫി ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. അതിനപ്പുറത്തേക്ക് ആകെ 11 സീറ്റുള്ള കണ്ണൂരിൽ 4 സീറ്റുകൾ എന്നതിന് അപ്പുറമുള്ളൊരു ആത്മവിശ്വാസം ഒന്നും ഷാഫിക്കോ കോൺഗ്രസിനോ ഇപ്പോൾ ഇല്ലെങ്കിലും വോട്ടുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി കാസർഗോഡാണെങ്കിൽ ആകെയുള്ള 5 സീറ്റുകളിൽ 2 ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗിൻ്റെ കയ്യിലുണ്ട്. കോൺഗ്രസിന് ഒന്നുമില്ലാത്ത കാസർഗോട്ട് ഉദുമയും തൃക്കരിപ്പൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തുന്നത്. കഴിവുള്ളവരെ കളത്തിലിറക്കിയാൽ ഒന്നെങ്കിലും അതിൽ നേടാൻ കഴിയുമെന്നുള്ളതിനാൽ അത് തന്നെയാണ് ഷാഫിയുടെയും തീരുമാനം. അങ്ങനെ കോൺഗ്രസ് നേതാക്കൾക്ക് സാധാരണയുള്ള സ്വഭാവം വച്ച് ഒരു തള്ളൽ പറയുന്നതല്ല ഇത്. വ്യക്തമായ മുന്നൊരുക്കങ്ങളോടെ ഏറ്റവും കുറഞ്ഞത് 17 മുതൽ 20 സീറ്റുകൾ വരെ എത്തിക്കാനാണ് ഷാഫിയുടെ മുന്നിൽ നിന്ന് നടത്തുന്ന നീക്കം. ഇപ്പോൾ ആകെയുള്ളത് 8 സീറ്റുകളാണ്. അതിനെ ഒരു 20 വരെ അല്ലെങ്കിൽ 18 സീറ്റെങ്കിലും നേടാൻ കഴിയുമെന്ന് ഷാഫി ഉറപ്പിക്കുന്നു. ആ 18 എണ്ണം എങ്കിലും ഉറപ്പായും പിടിച്ചിരിക്കും എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്ന ഷാഫിക്ക് വലിയ പിന്തുണയാണ് പ്രവർത്തകരും നേതൃത്വവും നൽകുന്നത്. നേരെ നോക്കിയാൽ അറിയാം, ആകെയുള്ള 32 സീറ്റിൽ പിടിച്ചെടുക്കാമെന്ന് പറയുന്ന 20-നടുത്തുള്ള സീറ്റുകൾ ഷാഫിയുടെ രാഷ്ട്രീയത്തിൽ കഴിയാത്തതൊന്നുമല്ല. CPM-ന്റെ കയ്യിൽ നിന്നും പാലക്കാട് സീറ്റ് പിടിച്ചെടുത്ത ഷാഫി പറമ്പിൽ, അതുപോലെ ടീച്ചറമ്മയെ നാട്ടിൽ പോയി പമ്പ കടത്തിയ ഷാഫി പറമ്പിൽ, ഇതും ഉറപ്പിച്ചിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ 8 സീറ്റ് എന്നുള്ളത് 18 ആകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട.